ചെറിയ പാഠം എങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് കേട്ടിട്ടുണ്ടോ മോട്ടിവേഷനെ പറ്റി? ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇടയ്ക്ക് അല്ലേ? അവരുടെ ടാലന്റ് എന്താണ് പിടിയുണ്ടോ? മോട്ടിവേഷൻ എന്താണ് നല്ല പിടിയുണ്ടോ? മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണ ശക്തിക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇമോഷൻ എന്ന് പറഞ്ഞാലോ വികാരങ്ങൾ അല്ലെ? നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട് അല്ലെ? അപ്പം നമ്മള് മോട്ടിവേഷൻ എന്താന്ന് ആദ്യം നോക്കാം. പിന്നെ ഒരുപാട് ടൈപ്സ് എടുത്തോ? ഓക്കെ, ഞാൻ മറന്നുപോയതായിരുന്നു. അപ്പൊ ഇനി 2 പാടുള്ളൂ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സൈക്കോളജി ഉള്ളല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യാം. പറയുന്ന ഒരു പദമാണ് പേഴ്സണാലിറ്റി. ആണോ? എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഇയാൾക്ക് നല്ല പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ലേമൻ ടേംസിൽ നല്ല സുന്ദരനാണ് സുന്ദരിയാണ് അർത്ഥം അല്ലേ? പക്ഷെ സൈക്കോളജിയിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരാളുടെ യുണീക്ക്നെസ്സിനാണ്. അയാൾ എത്രത്തോളം ഡിഫറെൻറ്റ് ഫ്രം അതർ പീപ്പിൾ അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മളെപ്പോഴും അങ്ങനെ നമ്മളുടെ എംഫസിസ് അതാണ്. ഓരോ വ്യക്തിയും അവർക്ക് തനതായ സ്വഭാവ സവിശേഷതകളുണ്ടെന്നാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും ഒരു കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അയാൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അക്രോസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഇപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഒരു സിറ്റുവേഷനിലുള്ള പോലെയല്ല വേറൊരു മനുഷ്യൻ്റെ സ്വഭാവം സെയിം സിറ്റുവേഷനിൽ അല്ല. അപ്പോൾ സിറ്റുവേഷൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു വേറെ ഇൻഡിവിജ്വലിൽ നിന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു അക്രോസ് സിറ്റുവേഷൻ ഒരു മനുഷ്യൻ്റെ സ്വഭാവം സിമിലർ ആയിരിക്കും അല്ലേ? ഏകദേശം എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഒരുപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അല്ലേ? സാധാരണ മനുഷ്യർ. പിന്നെ എന്തെങ്കിലും ഡിസോർഡേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇല്ലാണെങ്കിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. പക്ഷെ അല്ലാത്ത കേസിൽ നമ്മളൊക്കെ അക്രോസ്
ഡിഫറെന്റ് സിറ്റുവേഷൻസ് വി സോ സിമിലർ ക്യാരക്ടേഴ്സ് അല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൊണ്ട്. അപ്പം അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ചേർന്നിട്ടാണ് ഓരോരുത്തരുടെ വ്യക്തിത്വം വരുന്നത്. ആ കോംപ്ലക്സ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്റെ സ്വഭാവം കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഏകദേശം അറിയാം അയാൾ ഇങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് അല്ലേ? നമുക്ക് ഓരോ മനുഷ്യനോടും നമ്മളുടെ റെസ്പോൺസ് നമുക്കറിയാം ഇയാൾ ഇങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇയാളോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇയാളോട് ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലേ? നമ്മൾ കുട്ടികളോട് പെരുമാറുന്ന പോലെയല്ല അഡൽസിനോട് പെരുമാറുന്നത്, നമുക്കറിയാം. പിന്നെ ഓരോ കുട്ടിയോടും എങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില കുട്ടികളെ നമുക്ക് ചെയ്യടാന്ന് പറഞ്ഞ് കുറച്ച് പേടിപ്പിച്ച് അവർ ചെയ്യും. ചില കുട്ടികളോട് നമ്മളൊന്ന് പറയുക പോലും വേണ്ട, അവർ ചെയ്യുന്നുള്ളൂ. ചിലവരോട് കെഞ്ചി പറയണം അവർ ചെയ്യാൻ, ചിലവരെ പണിഷ് ചെയ്യണം അവർ ചെയ്യാൻ അല്ലെ? ചിലവർക്ക് എന്തെങ്കിലും നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യണം അവർ ചെയ്യാൻ. അങ്ങനെ പല മാതിരിയാണ് മനുഷ്യർ. അപ്പം നമുക്കറിയാം ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിസ്റ്റിങ്ക്റ്റീവ് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് നമ്മുടെ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഏത് സിറ്റുവേഷനിൽ വന്നാലും ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവർക്കൊരു റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്നൊരു പദം വന്നത് ഗ്രീക്ക് ടേം പേഴ്സോണ എന്നാണ്. പേഴ്സോണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാസ്ക് എന്നാണ്. അതായത് റോമൻ തിയേറ്റർ പ്ലേയിൽ മനുഷ്യന്മാർ ആക്ടേഴ്സ് യൂസ് ചെയ്തിരുന്ന മാസ്കിനാണ് നമ്മൾ പേഴ്സോണ എന്ന് പറയുന്നത്. അപ്പം അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താ പല പല ഡെഫിനിഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ദ യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ്. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് എന്ന് നമ്മൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ, അങ്ങനെ APA ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിൽ. അതുപോലെ തന്നെ ഷൂൾസ് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എൻ എൻഡ്യൂറിംഗ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് മേ ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അങ്ങനെ പലതരത്തിൽ പല പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻസ് ഒരുപാട് തിയറിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ട്രേറ്റ്സ് വെച്ചിട്ട് മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല തിയറിസ്റ്റുകളും പല അപ്രോച്ചസ് യൂസ് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റീനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഏറ്റവും പരിചയമുള്ള ഒരു തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരിക്കും അല്ലേ? നമ്മൾ ഫ്രോയിഡിനെ പറ്റി കേൾക്കാത്ത ആളുകൾ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഫ്രോയിഡാണ് ആദ്യമായിട്ട് പേഴ്സണാലിറ്റിയെ പറ്റി ഒരു തിയറി പുട്ട് ഫോർത്ത് ചെയ്തത്. സോ അദ്ദേഹം പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ്സിൽ കൂടെ പല ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ കൂടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഒരുപാട് അല്ലേ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഓരോ മനുഷ്യർക്കും ഓരോ വ്യത്യസ്ത തരം എക്സ്പീരിയൻസസ് ആണുള്ളത്. നമ്മുടെ പേരൻസിൻ്റെ സ്വഭാവം, നമ്മൾ വളർന്ന ഒരു കൾച്ചർ, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ബിഹേവിയർ, പിന്നെ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയ കുറേ ട്രേറ്റ്സ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനും, അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് നർച്ചർ ചേർന്നിട്ടാണ്. നേച്ചർ ഇസ് യുവർ ഹെറിഡിറ്റി, പിന്നെ നർച്ചർ ഇസ് ദി എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് യു ആർ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി നമ്മൾ ഫോം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ തിയറി ഫോം ചെയ്തത് ബേസ്ഡ് ഓൺ ഹിസ് ക്ലിനിക്കൽ പ്രാക്ടീസ് വിത്ത് പേഷ്യൻസ്. അദ്ദേഹം ഒരു ഫിസിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് തരത്തിലുള്ള പേഷ്യൻസിൻ്റെ ബിഹേവിയറിൽ നിന്ന് നോട്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം 3 മോഡൽസാണ് പ്രൊപ്പോസ് ചെയ്തത്. ഒന്നൊരു ടോപ്പോഗ്രാഫിക് മോഡൽ ഓഫ് സൈക്കി, അതായത് എങ്ങനെയാണ് മനസ്സിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ സ്ട്രക്ചറൽ മോഡൽ, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറിൽ ഗ്രീൻ
ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് 3 സ്ട്രക്ചേഴ്സ് ആണ് അതിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മുടെ ഓരോ മനുഷ്യനും അഡൽട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ഏതൊക്കെ സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ടാണ് നമുക്കത് ഫോം ചെയ്യുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അതിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ട്, അതായത് സ്റ്റേബിൾ അക്രോസ് ടൈമാണ്, ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ഉണ്ട്, ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. പിന്നെ അതുപോലെ തന്നെ ഡൈനമിക്സ് ഉണ്ട്, അതായത് നമ്മൾ ആരും ഒരിക്കലും സ്ഥിരമായിട്ടൊന്നും ഇരിക്കുന്നില്ല, കോൺസ്റ്റന്റ്ലി വി ആർ കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസും അഡാപ്റ്റേഷനൊക്കെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേച്ചറും നർച്ചറും ഉണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള നിങ്ങളുടെ DNA കൂടെ നിങ്ങൾക്ക് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സും, നർച്ചർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ്. അപ്പോൾ ഫ്രോയിഡിന്റെ തിയറി പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ടോപ്പോഗ്രാഫിക് മോഡൽ 3 മോഡൽസ് ആണ് അതിൽ പറയുന്നത്. ടോപ്പോഗ്രാഫിക് മോഡൽ പറയുന്നത് എന്താണ്, നമുക്ക് 3 ഇതുണ്ട്, അതായത് നമ്മളുടെ അവയർനെസ് എന്ന് പറയുന്നത് കോൺഷ്യസ് ഉണ്ട്, സബ് കോൺഷ്യസ് ഉണ്ട്, അൺകോൺഷ്യസ് ഉണ്ട് അല്ലേ. അദ്ദേഹം അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഐസ്ബർഗിനോടാണ്. കോൺഷ്യസ് അവസ്ഥ എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, ഇത്തിരി മാത്രമേ നമ്മൾ അവെയർ ആവുള്ളൂ. പിന്നെ കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ അവെയർ ആകുന്നതിനാണ് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി താഴത്തെ നില, അതായത് ഏറ്റവും ഐസ്ബർഗിന്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഇതാണ്. അപ്പം ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, വളരെ നമ്മൾ അവെയർ അല്ലാത്ത ഒരുപാട് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും വരുന്നതാണ് അൺകോൺഷ്യസ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിഹേവിയറിനെ ഈ അൺകോൺഷ്യസും കൂടുതലായിട്ടും, അതായത് നമ്മൾ അവെയറായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിലും കൂടുതലായിട്ട് നമ്മുടെ അവെയർനെസ്സിൻ്റെ അപ്പുറത്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു, കാര്യം നമ്മൾ അവെയർ അല്ലാത്തത് കൊണ്ട്. ബട്ട് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ആ അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്നുണ്ടെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് 3 നമ്മുടെ സ്ട്രക്ചർ വന്നിട്ട് പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് 3 എലിമെന്റ്സ്, അതായത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് വെച്ചാൽ നമ്മളുടെ പ്ലഷർ പ്രിൻസിപ്പിളിനെയാണ് ഇഡ് എന്ന് പറയുന്നത് അല്ലേ. എനിക്കിപ്പം പായസം കുടിക്കണം അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇപ്പം ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് അവർ ചെയ്യുന്നത് അല്ലേ. അതിനെ ഇഡെന്ന് വിളിക്കും. ദെൻ ഈഗോ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പേരന്റൽ ആയിട്ടുള്ള, അതായത് നമ്മൾക്ക് നമ്മൾ ഒരു മീഡിയേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. സെൻസ് ഓഫ് സെൽഫ് ആണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ ജഡ്ജ്മെന്റ്, ടോളറൻസ്, റിയാലിറ്റി, കൺട്രോൾ, പ്ലാനിങ്, ഡിഫെൻസ്, സിന്തസിസ് ഓഫ് ഇൻഫർമേഷൻ, ഇന്റലക്ച്വൽ ഫങ്ഷനിങ്, മെമ്മറി, അങ്ങനെ നമ്മൾ അവെയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ് നമ്മളുടെ ഈഗോ എന്ന് പറയുന്നത്. ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ് ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സ്ക്രീനിങ് സെൻ്ററാണ്. അതായത് നമ്മളോട് നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ടീച്ചേഴ്സും സൊസൈറ്റിയിലുള്ള നോംസും ഒക്കെ എങ്ങനെയാണെന്ന് പറയുന്നതാണ്. ആ സ്ക്രീനിങ് സെൻ്ററിനാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം എല്ലാ മനുഷ്യർക്കും ഇഡും ഈഗോയും സൂപ്പർ ഈഗോ ഉണ്ട്. ഇട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതം കുറച്ച് രസകരമായിട്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് എന്താണോ തോന്നുന്നത്, നമുക്ക് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇഡിലുള്ളത് അല്ലേ. നമ്മൾ ഇത്ര വയസ്സായെന്ന് വെച്ചിട്ട് നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യാനിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും പ്ലഷർ സീക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് ബിക്കോസ് വി ഹാവ് ഈഗോ, നമുക്കറിയാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല അല്ലേ. പിന്നെ സൂപ്പർ ഈഗോ നമ്മളോട് ഒരുപാട് മോറൽ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 ഭാഗങ്ങളാണ്
സ്ട്രക്ചർ, പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിൽ പറയുന്നത്. ഇനി ഈ ഈഗോനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിങ്ങനെ ഒരുപാട് കാര്യം പറയുമ്പോൾ ഈഗോ അതിനെ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യണം അല്ലേ. നമുക്ക് ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ്, അതിന് കുറേ ഡിഫെൻസ് മെക്കാനിസംസ് നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ഈഗോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ മെക്കാനിസംസ് യൂസ് ചെയ്യും. അതാണ് നമ്മൾ ഡിഫെൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറേ ഡിഫെൻസ് മെക്കാനിസം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് നമ്മൾക്ക് ആൻസൈറ്റി ഉണ്ടാകുന്ന സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എടുത്തായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ഈ യൂങ്ങിന്റെ മുതൽ എടുക്കട്ടെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രെട്ടനിങ് ആയിട്ടുള്ള എല്ലാ ഇൻപുട്സിനെയും നമ്മൾ വേറൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലെവലിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നുണ്ട്, നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ നിങ്ങളെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നിങ്ങളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബിഹേവ് ചെയ്തു, നിങ്ങൾ അവിടെ വെച്ച് അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാണിക്കുമോ? ഇല്ല. പക്ഷെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ പിള്ളേരോട് നിങ്ങൾ കാണിക്കുമോ? ആ ദേഷ്യം നമ്മളിവിടെ തീർക്കും അല്ലേ. ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ, ശരിയായ രീതിയല്ല ബട്ട് നമുക്ക് സേഫായ രീതിയിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യും വേറൊരു സ്ഥലത്തേക്ക്. ഇനി നമ്മൾ ചിലപ്പോൾ പിള്ളേരെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നമ്മളോടൊന്നും പറയുന്നില്ല, പക്ഷേ ചിലപ്പോൾ അവർ വാതിൽ വലിച്ചടക്കുണ്ടാവും അല്ലേ, എന്തെങ്കിലും സാധനം തട്ടിത്തെറിപ്പിക്കുണ്ടാവും, അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണ്ടാവും. അപ്പം അതും ഡിസ്പ്ലേസ്മെന്റ്. നമ്മളോട് കാണിക്കാൻ പറ്റാത്തത് അവർ വേറെ എവിടെയെങ്കിലും അവർക്ക് ഉത്തരവില്ലാത്ത രീതിയിൽ അവരതിനെ ഡിസ്പ്ലേസ് ചെയ്യും. പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇപ്പൊ കള്ളം പറയുന്ന ആളാ നമ്മളെങ്കിൽ വേറൊരാള് കള്ളം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാ? ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എന്താ, ആ ത്രെട്ടനിങ്, അത് നമുക്ക് ത്രെട്ടനിങ് ആണ്. ആ ത്രെട്ടനിങ് ഇമ്പൾസിനെ നമ്മൾ വേറെയുള്ള ആളുകൾ പ്രൊജക്റ്റ് ചെയ്ത് കാണും. അവർ ചെയ്യണ മനസ്സിലാവുകയും ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരാണ് അത് ചെയ്തതെന്ന് സ്ഥാപിക്കുകയും ചെയ്യും അല്ലേ. അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ മലയാളത്തിൽ, കോഴി കട്ടവൻ്റെ തലയിൽ പൂറാണെന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റാഷണലൈസേഷൻ. ആ റാഷണലൈസേഷൻ നമ്മളെല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേ എക്സ്പ്ലനേഷൻസ് ജനറേറ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ആയിട്ട്. എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ഡയറ്റാണ്, നമുക്ക് ജിലേബി കഴിക്കാൻ പാടില്ല, മധുര സാധനം, അപ്പം നമ്മൾ എന്ത് ചെയ്യും, മധുര സാധനം കഴിക്കാതിരിക്കുമോ? നമ്മൾ പറയും കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല, പിന്നെ ജിലേബി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം, അതൊന്നും ഒരു പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു സന്തോഷം വേണ്ടേ എന്തെങ്കിലുമൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ മാസത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ഒരുപാട് ന്യായീകരിച്ച് സംസാരിക്കുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ കാണിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് അല്ലേ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള താങ്ങാൻ പറ്റാത്ത ഓരോന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്ന ആളോട് നമ്മൾ കുറേ ദേഷ്യം കാണിക്കാറുണ്ട് അല്ലേ. നമുക്ക് ദേഷ്യമുള്ള ആളുകളോട് നമ്മൾ വളരെ നൈസായിട്ട് പെരുമാറും അല്ലേ, നമ്മൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് അവരോട് പെരുമാറും അല്ലേ. അതിനൊക്കെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്.
ഇനി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ഈ വയസ്സിൽ നമുക്കിപ്പോൾ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ചെറിയ ഏജിലേക്ക് തിരിച്ചു പോകുന്ന സ്വഭാവം കാണിക്കും. അതായത് നമ്മൾ വലിയ ആളാണ്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൈ വായിലിടുവോ നഖം കടിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ ചെറിയ പിള്ളേരാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്ത ഓരോ സ്ട്രെസ്സൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങനെയൊക്കെ ആ ചെറിയ വയസ്സിൽ നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നമ്മൾ റിഗ്രസ് ചെയ്യും. അതിനാണ് റിഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അമക്കി അമക്കി വെക്കും. അങ്ങനെ നമ്മളതിനെ കോൺഷ്യസ് ആയിട്ട് അമക്കി അമക്കി അതങ്ങ് മറന്നു പോകും. നമ്മൾ ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാത്ത വിധത്തിൽ നമ്മളതിനെ അൺകോൺഷ്യസിലേക്ക് തള്ളിവിടും. അതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർക്കാൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടു, നമുക്കത് ഓർക്കാൻ ഇഷ്ടമില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അപ്പോൾ അതിനെ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മളതിനെ അമക്കി 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 നമ്മളതിനെ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വിടും. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. നമ്മൾ അതിനെപ്പറ്റി അവെയർ അല്ല എന്ന് മാത്രം. ദെൻ സബ്ലിമേഷൻ, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അഗ്രസീവ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസൈസിനെ അക്സെപ്റ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നെങ്കിൽ ചിത്രം വരയ്ക്കുകയോ പാട്ട് പാടുകയോ അങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാർ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ബിഹേവിയറിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയ രീതിയിൽ അതിനെ തിരിച്ചു വിടുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ കേട്ടോ വേറൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ഹ്യൂമർ. ഹ്യൂമർ വന്നിട്ട് ചില മനുഷ്യർ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യും. അതായത് അവർക്ക് ഒരുപാട് തരം നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അവർ ദേ ബിക്കം മോർ ആൻഡ് മോർ ഹ്യൂമറസ്. അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈഗോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈഗോ ഇസ് ഗെറ്റിംഗ് പ്രൊട്ടക്റ്റഡ് അല്ലേ? നമുക്ക് മുറിവുകൾ ഉണ്ടാവാതെ നമ്മുടെ ഈഗോനെ നമുക്കൊന്നും നല്ലതായിട്ട് കാത്തുരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അദ്ദേഹം പറയുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതാണ് മൂന്നാമത്തെ പോസ്റ്റിലേക്ക് ആയിട്ട് പറയുന്നത്. സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് എല്ലാ ഹ്യൂമൻ ബീങ്സും ഫ്രം ചൈൽഡ്ഹുഡ് നമ്മൾ ഒരുപാട് 5 സ്റ്റേജസിൽ കൂടെ കടന്നു പോകും. ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം 0 to 1.5 വയസ്സിനാണ് ഓറൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് 1.5 വയസ്സ് വരെ ആ സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷൻ വായിലാണ് അല്ലേ? കുട്ടികൾ നോക്കിക്കുക, എന്ത് സാധനം കിട്ടിയാലും അവർ വായിലിടും. ആണോ? എന്ത് കിട്ടിയാലും അവര് വായിലിടും. അവർക്ക് ഏറ്റവും കൂടുതൽ സെൻസേഷൻ കൂടുതൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന വായിൽ കൂടെയാണ്. അതിനാണ് ഓറൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ ഇഫ് യു ഹാവ് വെരി ലോ സ്റ്റിമുലേഷൻ ആൻഡ് ഇഫ് യു ഹാവ് എക്സസ് സ്റ്റിമുലേഷൻ, കൂടുതലുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെഗറ്റീവ് ഓറൽ ഹാബിറ്റ്സ് ഓർ ബിഹേവിയേഴ്സ് ലൈക്ക് സിഗരറ്റ് സ്മോക്കിംഗ് അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എപ്പോഴും ചുവീങ്കൻ തിന്നുന്ന അല്ലെങ്കിൽ മൂർക്കാൻ തിന്നുന്ന അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ വായിനെ അവർ ഏത് സമയം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അവിടെയുള്ള പ്രോബ്ലംസ് കൊണ്ട് ലേറ്റർ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അടുത്തതാണ് 1.5 to 3 ഇയേഴ്സിൽ ഇവിടെ എയ്നൽ സ്റ്റേജ് ആണ്. അതായത് ഹെൽത്തി ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാക്ടീസസ് നമ്മൾ പഠിക്കുന്നത് ഈ എയ്നൽ സ്റ്റേജിലാണ്. നോക്കിക്കോ, കുട്ടികൾക്കൊക്കെ ആ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഈ ടോയ്ലറ്റിംഗ് ഒരു പ്രോബ്ലമാണ്. അവരിങ്ങനെ
നെക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. അവരതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ടോയ്ലറ്റിൽ പോകുമ്പോൾ നാച്ചുറൽ രീതിയിൽ പോകണേന്ന് വരെ അവരതിനെ ഇങ്ങനെ പ്ലഷർ ബൈ എന്താ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട്. സോ ആ ഒരു സ്റ്റേജാണ്. അപ്പം അൺഹെൽത്തി ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാക്ടീസസ് ഒക്കെ നമുക്ക് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി നമ്മുടെ ലേറ്റർ ലൈഫിൽ നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഫാലിക് സ്റ്റേജ് ആണ്. 3 to 5 years. അതായത് healthy substitute for the sexual attraction boys and girls have towards a parent of the opposite gender. നമുക്ക് കാണാൻ പറ്റും പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും ആൺകുട്ടികളാണെങ്കിൽ അമ്മയോട് കൂടുതൽ അല്ലെ 80% ഇലക്ട്രോ കോംപ്ലക്സ് നമ്മളതിനെ വിളിക്കും. അങ്ങനത്തെ അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ നമ്മൾ കാണിക്കും. പിന്നെ 5 to 12 years ആണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഡോമന്റ് സെക്ഷൽ ഫീലിങ്സ് ഫോർ ദി ഓപ്പോസിറ്റ് സെക്സ്. ഈ പേരൻസിനോടുള്ള അട്രാക്ഷൻ ഒക്കെ മാറ്റി അവർ ഓപ്പോസിറ്റ് സെക്സിനോട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് ലേറ്റൻസി എന്ന് പറഞ്ഞാൽ. ദെൻ 12 to adulthood is genital സ്റ്റേജ്. അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഹെൽത്തി സെക്ഷൽ ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത് ജെനിറ്റൽ സ്റ്റേജിലാണ്. അപ്പം എന്താണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് എല്ലാ മനുഷ്യരും ഈ മനുഷ്യൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം എന്താ ഈ 3 levels ഓഫ് ഹ്യൂമൻ മൈൻഡിൽ കൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ലെവൽസിൽ കൂടെയാണ്. അപ്പം എന്താണ് പിന്നെ ഇതും ഈഗോയും സൂപ്പർ ഈഗോയും പ്ലേ ചെയ്യും അല്ലേ. അപ്പം ഈ സ്റ്റേജസിലുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം ഈ എന്താണ് ഒക്കെ കൊണ്ട് ഒരുപാട് കോൺഫ്ലിക്ട്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ്. അപ്പം പേഴ്സണാലിറ്റി നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ എല്ലാ സ്റ്റേജും ഹെൽത്തി ആയിട്ട് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ യു ഡെവലപ്പ് ആസ് എ ഹെൽത്തി ഇൻഡിവിജ്വൽ എന്നാണ് എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇനി നമ്മുടെ ലേറ്റർ ലൈഫിലുള്ള എങ്ങനെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിനോട് കോപ്പ് ചെയ്യുന്നു, ഒരു ഫുള്ളി മെച്യൂർ അഡൽട്ടായിട്ട് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ വിത്തനം ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കാൾ യുങ് ആണ്. യുങ്ങിൻ്റെ സ്കൂളിനെ വിളിക്കുന്നത് സ്കൂൾ ഓഫ് അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ്. കാൾ ഗുസ്റ്റാവ് യങ് എന്നാണ് അദ്ദേഹം. JUNG ആണ്, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് യുങ് എന്നാണ്. 1875 to 1961 ആണ് അദ്ദേഹത്തിൻ്റെ പീരിയഡ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറി ഈസ് നോൺ ആസ് അനലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം പേഴ്സണലായിട്ടൊരു അൺകോൺഷ്യസ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തന്നെ സ്കൂളിലുള്ള ആളുകളാണ്, സൈക്കോഡൈനാമിക് സ്കൂളിൽ തന്നെ ഉള്ള ആളാണ്. ബട്ട് അദ്ദേഹം കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു തിയറിയാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ യുങ്ങിൻ്റെ ഫ്രോയിഡിൻ്റെ ഐഡിയ ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ് അദ്ദേഹം കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടേമിൽ പറയുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്നാണ്, വിച്ച് ഈസ് പാർട്ട് ഓഫ് an essential part of one's personality. അതായത് നമ്മളുടെ എല്ലാം റിപ്രസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ്, അഗ്രസീവ് മോട്ടീവ്സ്, സെക്ഷൽ ഡിസൈർസ് എല്ലാം നമുക്കിങ്ങനെ അൺകോൺഷ്യസിനകത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും സ്റ്റോർഡ് ആയിട്ടുണ്ട്, വിച്ച് ഇസ് പേഴ്സണൽ ഇൻ നേച്ചർ. വ്യക്തിത്വം അനുസരിച്ച് വ്യത്യാസമുണ്ട് അതിന്. പിന്നെ അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല, എല്ലാ മനുഷ്യരാശി കോമൺ ആയിട്ടൊരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സാധനം ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളെല്ലാം ഒരേ സെയിം എവല്യൂഷണറി പ്രോസസ്സിൽ കൂടെ കടന്നു പോവുകയും വി ഹാവ് കോമൺ ആൻസിസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കളക്റ്റീവ് കോമൺ പാസ്റ്റ് ഉണ്ട്, ആൻഡ് വിച്ച് വി ഓൾ ഷെയർ ആസ് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. അപ്പം കളക്റ്റീവ് അൺകോൺഷ്യസിന് തന്നെ അദ്ദേഹം പറയുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് കുറേ തരത്തിലുള്ള ആർക്കിടൈപ്സ് ഉണ്ട്. ലൈക്ക് ദ സെൽഫ്, നമ്മുടെ ഐഡന്റിറ്റി, ഹോൾനെസ് ഓഫ് വൺസ് ഐഡന്റിറ്റി. ദെൻ പേഴ്സോണ, അതായത് നമ്മൾ എങ്ങനെയാണ് പേഴ്സോണ എന്ന് വെച്ചാൽ മാസ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ജെനുവിൻ സെൽഫ് അല്ല നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത്.
അതിനെയാണ് പെർസോണ എന്ന് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നെ ആനിമ ആൻഡ് ആനിമസ് ഉണ്ട്, അതായത് ഫെമിനിൻ സൈഡ് ഓഫ് മെൻ. എല്ലാ പുരുഷന്മാരിലും ഒരു ഫെമിനിൻ സൈഡും എല്ലാ സ്ത്രീകളിലും ഒരു മെയിൽ കൗണ്ടർ പാർട്ടും ഉണ്ട്, അതിനാണ് ആനിമസ് എന്ന് പറയുന്നത്. പിന്നെ ഷാഡോ, ഡാർക്ക് സൈഡ് ഓഫ് പേഴ്സണാലിറ്റി, അഗ്രസീവ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇൻസ്റ്റിങ്സ്, ഫീലിങ്സ് ഓഫ് ഇൻഫീരിയോറിറ്റി, അതൊക്കെ ചേർന്നിട്ട് ഷാഡോ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. അങ്ങനത്തെ 5 തരത്തിലുള്ള ആർക്കി ടൈപ്സ് നമുക്ക് ഉണ്ടെന്നാണ് കാൾ യൂങ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഫ്രോയിഡിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താ, അൺകോൺഷ്യസ് സ്റ്റേജ് ഉണ്ടെന്നും പിന്നെ മനുഷ്യരാശിക്ക് മൊത്തമായിട്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്, അതായത് കോമൺ ആയിട്ട് ഒരു പാസ്റ്റും നമ്മൾ പറയില്ലേ ഇങ്ങനെ അങ്ങനെ ഈ ഒരുപാട് ടോർച്ചർ ചെയ്യപ്പെട്ട ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു ട്രോമ അവരിങ്ങനെ കൊണ്ട് നടക്കുന്നു നമ്മൾ പറയാറുണ്ട്. ലൈക്ക് ഈ ട്രൈബൽ പീപ്പിളിനെയൊക്കെ ഒരുപാടൊക്കെ നമ്മൾ ടോർച്ചർ ചെയ്യൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ജനറേഷനായിട്ട് അവർ ആ ട്രോമ എക്സ്പീരിയൻസ് ഉണ്ട്. അവരതിൽ നിന്ന് മോചനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയും. എസ്പെഷ്യലി ഈ ബ്രിട്ടീഷൊക്കെ റൂൾ ചെയ്തിരുന്ന പല സ്ഥലത്തും അവരൊക്കെ അടിമകളായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒത്തിരി അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ആഫ്രിക്കൻസിനെയൊക്കെ, അതുപോലെ തന്നെ ഈ നേറ്റീവ്സ്, റെഡ് ഇന്ത്യൻസിനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ട്രോമ ഇതുവരെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇടയ്ക്ക് ഈ സൂയിസൈഡൽ റേറ്റ്സും ഡ്രഗ് അബ്യൂസും ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, വി ഓൾ ഷെയർ, അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ആ കോമൺ ആയിട്ടുള്ള ഒരു പാസ്റ്റും അതിൻ്റെതായ എല്ലാ സാധനങ്ങളും മനുഷ്യരാശി അങ്ങനെ ക്യാരി ഓൺ ചെയ്യുന്നതാണ് യുങ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹാൻസ് ഐസക് ആണ്. കളക്റ്റീവ് അൺകോൺഷ്യസ്, അതായത് മനുഷ്യൻ മൊത്തമായിട്ട്, അതായത് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ പേഴ്സണലാണ്, ഓരോ മനുഷ്യന്റെ അബോധ തലമാണ്. അതുപോലെ മാനവരാശിക്ക് മൊത്തമായിട്ടൊരു കളക്റ്റീവായിട്ട് സൊസൈറ്റിയുടെയും കൾച്ചറിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പണ്ടുകാലം മുതലേ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ, ഈ റിച്വൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ എന്താണ് കളമെഴുത്ത്, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനോടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ചെറിയ അറിവ് നമുക്കില്ലേ ഇതിനെപ്പറ്റി. പിന്നെ മനുഷ്യനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, പിന്നെ എന്തെങ്കിലും ഫിയർ, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, അല്ലേ? നോട്ട് ഈവൻ ദോ സ്പെസിഫിക് ടു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള സാധനം എല്ലാവർക്കും കുറച്ച് സിമിലർ അല്ലേ. അത് ഇദ്ദേഹം പറയുന്നത് ബിക്കോസ് വി ഹാവ് ആ കളക്റ്റീവ് അൺകോൺഷ്യസ് ഉള്ളത് കൊണ്ടാണെന്നാണ്. ആ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആൻസെസ്ട്രൽ പാസ്റ്റ് നമുക്ക് എല്ലാ മനുഷ്യർക്കും, ഇപ്പം നമ്മളെല്ലാം ഓരോ റിലീജിയനാണ്, അല്ലെ? പല മനുഷ്യരും പല റിലീജിയൻ, പല കൾച്ചറും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഒരു കൾച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് സിമിലർ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഓരോ കൾച്ചർ, മാനവരാശിക്ക് മൊത്തം ഉണ്ടൊരു സിമിലർ സാധനം, അതുപോലെ തന്നെ ഓരോ കൾച്ചറിന് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സിമിലർ ആയിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസ്, അത് നമുക്കുടെ ഉള്ളിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കോമൺ ടു ഒരു എല്ലാ മനുഷ്യർക്കും ചേർന്നത്, അതിനാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്നത് കൺസെപ്ഷൻസ് അബൌട്ട് റീബർത്ത്, ഗുഡ്, ഈവിൾ, എന്താണ്, ദൈവം എങ്ങനെയാണ്. ഇപ്പൊ എല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ എടുത്ത് നോക്കിയാലും ദൈവത്തിനെ ആരാധിക്കുന്നതൊക്കെ കുറേ കോമൺ കാര്യങ്ങളുണ്ടാവും, അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, ബട്ട് ദർ ആർ സം തിങ്സ് വിച്ച് ആർ കോമൺ, അല്ലേ? അതാണ് അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെയാണ് ഈ ആർക്കിടൈപ്സും, പലതരത്തിലുള്ള ആർക്കിടൈപ്സ് ഉണ്ട്. അത് ഷെയർഡ് ബൈ ഹ്യൂമൻസ് ആണെന്നാണ്. നമ്മൾ സ്ത്രീ ആണെങ്കിലും നമ്മൾ എല്ലാ സിറ്റുവേഷനിലും സ്ത്രീ പോലെ സബ്മിസീവ് ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. ഒരു മെയിൽ കൗണ്ടർ പാർട്ട് നമുക്കുണ്ട് അല്ലേ? അതുപോലെ പുരുഷന്മാരാണെങ്കിലും അവർക്കും ഉണ്ട് ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ട് അല്ലേ? അപ്പൊ അതൊക്കെ എവിടുന്നാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാർജ്ലി അൺകോൺഷ്യസ് ആണ്. അത് അങ്ങനെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൽ വരുന്നതാണെന്നാണ്. ഇപ്പൊ നമ്മളൊന്നും പഠിക്കുന്നില്ല. ഈ മൃഗങ്ങളെയൊക്കെ നോക്ക്, അവർക്കറിയോ അമ്മയാവുമ്പോ എങ്ങനെയാ? അവരാരാ പഠിപ്പിച്ചത്? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ അവർക്കറിയാം അവരുടെ കൊച്ചിനെ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് അല്ലേ? നമ്മൾ പിന്നെ മനുഷ്യരായതുകൊണ്ട് കുറച്ച് ഉയർന്ന ബീയിങ്സ്, ഇനി ഒന്നും പഠിക്കാത്ത മനുഷ്യരും ഒന്നും അറിഞ്ഞുകൂടാത്ത ട്രൈബൽ പീപ്പിൾ, യാതൊരു എക്സ്പോഷറും ഇല്ലാത്തവരും അവർക്കറിയാം എങ്ങനെയാ കുട്ടിയെ കെയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാ നോക്കേണ്ടതെന്നും ഒക്കെ അല്ലേ? ഈ കുരങ്ങന്മാരും എല്ലാം എങ്ങനെയാ നമുക്കറിയോ? അവരെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് നാച്ചുറൽ ആയിട്ട് അവർക്ക് അതൊക്കെ അറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് തിങ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നത്. അതായത് സ്പീഷീസ് സർവൈവലിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഐസക് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷൻസ് ഉണ്ട് പേഴ്സണാലിറ്റിക്ക് എന്നാണ്. എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസിസം, സൈക്കോട്ടിസിസം. 1940s അദ്ദേഹം ഈ തിയറി, ഹി വാസ് എ സൈക്കാട്രിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് അദ്ദേഹത്തിന് വന്നിരുന്ന കേസസ് ഒക്കെ വെച്ചിട്ടാണ്. എക്സ്ട്രാവേർട്സ് എന്ന് വെച്ചാൽ പീപ്പിൾ ഹു ആർ ഹൈലി സോഷ്യബിൾ അല്ലേ? എല്ലാവരോടും നന്നായി ഇടപഴകുന്ന, എക്സൈറ്റ്മെൻറ്റും ചേഞ്ചസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെയാണ്. കെയർ ഫ്രീ, ഓപ്റ്റിമിസ്റ്റിക്, ഇമ്പൾസീവ് ആയിട്ടുള്ള ആളുകളെയാണ് എക്സ്ട്രാവേർട്സ് അദ്ദേഹം വിളിച്ചത്. പിന്നെ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ റിസർവ്ഡ്, അവരുടെ ആക്ഷൻസിനെയും ഒക്കെ വളരെയധികം കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, മനുഷ്യനോട് ഇടപഴകാൻ ഇഷ്ടമില്ലാത്തത്, കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസ് ഒക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ ഇൻട്രോവേർട്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ന്യൂറോട്ടിസിസം ആൻഡ് അൺസ്റ്റേബിൾ, അതായത് പീപ്പിൾ ഹു ആർ ഹൈലി ആൻഷ്യസ്, വറി, മൂഡി, ഇമോഷണലി ഭയങ്കരമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ സ്റ്റേബിളാണ് അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാം, അൺറിയാക്റ്റീവ്, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്സെറ്റ് ആവാത്ത ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഹൈ ആൻസൈറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പം അദ്ദേഹം ആ ന്യൂറോട്ടിസിസം എന്നുള്ള ഡയമെൻഷൻ്റെ ഒരു ന്യൂറോട്ടിസിസം, സൈക്കോട്ടിസിസം, അതിനൊരു 2 ലിമിറ്റ്സ് പറഞ്ഞേക്കുന്നതാണ്. പീപ്പിൾ ഹു ആർ അൺസ്റ്റേബിൾ ആൻഡ് സ്റ്റേബിൾ. ദെൻ സൈക്കോട്ടിസിസം എന്ന് പറഞ്ഞാൽ എമ്പത്തി ഇല്ലാത്ത, ക്രൂവൽറ്റി ഉള്ള, ആരോടും ഇങ്ങനെ ഇടപഴകാൻ ഇഷ്ടമില്ലാത്ത, അഗ്രസീവ്, ട്രബിൾസം ആയിട്ടുള്ള ഒരു ഡയമെൻഷനാണ് സൈക്കോട്ടിസിസം എന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? കളക്കാവൽ എങ്ങനെയാണോ? ഞാൻ സിനിമ കണ്ടില്ല. അങ്ങനത്തെ ആളാണോ? നിങ്ങളാരെങ്കിലും കണ്ടോ? കളക്കാവൽ സിനിമ കണ്ടോ? കണ്ടു? അയാൾ ഇങ്ങനത്തെ ആളാണോ? മനുഷ്യനെ മുറിപ്പെടുത്തുമ്പോൾ സന്തോഷം വരുന്ന, എമ്പതി ഇല്ലാത്ത, ആരോടും ഒരു അനുതാപം ഇല്ലാത്ത, ക്രൂവലായിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളാണോ അദ്ദേഹം? അങ്ങനത്തെ സൈക്കോപത്തുകളുണ്ട് അല്ലേ? വേറെ ആരോടും അവർക്ക് ഇടപഴകാൻ താല്പര്യമില്ലാതെ അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി പക്ഷെ ഒരുപാട് ക്രൂവൽ ഡീഡ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. പിന്നെയാണ് റെയ്മണ്ട് കാറ്റൽ 1965 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. കുറേ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. അതായത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ 2-3 ഡയമെൻഷൻ വെച്ചൊന്നും പേഴ്സണാലിറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റഡ് നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ ഓഫ് പേഴ്സണാലിറ്റി കിട്ടണമെങ്കിൽ വേറെ കുറേ ഡയമെൻഷൻസ് ഉണ്ട്. അദ്ദേഹം 16 ഡയമെൻഷൻസിനെ പറ്റി പറഞ്ഞു. ലൈക്ക്
അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എൽ ഡേറ്റ, ക്യൂ ഡേറ്റ, ടി ഡേറ്റ. അപ്പോൾ അദ്ദേഹം ഒരു ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്, ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് 16 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വിച്ച് ആർ കോമൺ ടു ഓൾ പീപ്പിൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു സോഴ്സ് ആൻഡ് സർഫസ് ട്രേറ്റ്സ് ഉണ്ട് മനുഷ്യർക്ക്. അതായത് സോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രം ബർത്ത് നമുക്കുള്ളതും, പിന്നെ നമ്മൾ പുറത്ത് കാണിക്കുന്ന സർഫസിലുള്ള കുറേ ട്രേറ്റ്സും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനറാണ് 16 PF ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു. 160 ക്വസ്റ്റ്യൻസ് ഇൻ ടോട്ടൽ വെച്ചിട്ട് ഏത് ഈ 16 ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് ഡോമിനൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിന് അദ്ദേഹം എൽ ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ ഡേറ്റയിലാണ് അദ്ദേഹം ആ ഫാക്ടേഴ്സിനെ ഡിറൈവ് ചെയ്തത്. നമ്മളുടെ സ്കൂൾ ഗ്രേഡ്സും നമ്മൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യരോട് റെസ്പോണ്ട് ചെയ്യുന്നത്, പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള ഡേറ്റ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഒരു ഡേറ്റ ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഒരു പേഴ്സണാലിറ്റി കൺസ്ട്രക്റ്റിലേക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൊടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിലും ഒക്കെയാണ് ഇദ്ദേഹം ഈ 16 ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ്. പിന്നെ പറയുന്നത് ട്രേറ്റ് അപ്രോച്ച്ഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് കുറേ സ്റ്റേബിൾ ട്രേറ്റ്സ് ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി, അങ്ങനെ കുറേ തിയറീസ് വന്നു. സൈക്കോമെട്രിക് തിയറീസ് എന്നുള്ള പേരിൽ ആണ് അത് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറിയാണ്. അതായത് ഗോർഡൻ ആൽപോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം പെക്യൂലിയർ ആയിട്ടുള്ള ന്യൂറോ സൈക്കിക് സിസ്റ്റംസ് ഉണ്ടെന്നാണ്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും, അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ സ്പെസിഫിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. അദ്ദേഹം പറഞ്ഞത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ആൽപോർട്ടിൻ്റെ. ഡൈനമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ എങ്ങനെ ഒരു മനുഷ്യൻ യുണീക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഈ ആ ഇൻഡിവിജ്വലിൻ്റെ ഡൈനമിക് ഓർഗനൈസേഷനും പിന്നെ ഹൗ ഇറ്റ്സ് ഇൻ്റർഫേസ് വിത്ത് ദ സോഷ്യൽ സിസ്റ്റം. അതായത് പുറത്തുള്ള എൻവയോൺമെൻറ്റിനോട് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അത് രണ്ടും കൂടെ ഉള്ള ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾക്ക് വരുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹം 3 തരത്തിലുള്ള ട്രേറ്റ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തത്: കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലൈഫിലുള്ളത്. അതായത് ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിനെ എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്, ഹൗ ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ്, അങ്ങനത്തെ ട്രേറ്റ്സ് ആണ് കാർഡിനൽ ട്രേറ്റ്സ്. ദെൻ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റീനെ എങ്ങനെയൊക്കെയാണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, കോമൺ ട്രേറ്റ്സ് ലൈക്ക് ഇൻ്റലിജൻസ്, ഷൈ, ഓണസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെസ് റെലവൻ്റ് ആയിട്ടുള്ളത്, അതായത് സർക്കംസ്റ്റാൻഷ്യലി ഡിറ്റർമിൻഡ് ക്യാരക്ടറിസ്റ്റിക്സിനാണ്. അസർട്ടീവ്നെസ് അല്ലെങ്കിൽ സബ്മസീവ്നെസ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡറി ട്രേറ്റ്സ് ആയിട്ട്. അതായത് പ്രൈമറി ട്രേറ്റ്സിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബണ്ടൂരിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ വന്നിട്ട് കോഗ്നിറ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ബീയിങ്സ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, നമ്മളുടെ ബിഹേവിയർ വന്നിട്ട് ദാറ്റ് ഇസ് സോ ലേൺഡ് ആണ്. അതപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള എൻവയോൺമെൻറ്റിൽ നിന്നാണ് നമ്മൾ മോഡൽ ചെയ്യുകയോ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള മനുഷ്യർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. സോ അദ്ദേഹം പറയുന്നത് ഈ മോഡലിങ്ങിൽ ഒരു കോഗ്നിറ്റീവ് മീഡിയേഷൻ, അതായത് വെൻ യു സീ അനദർ പേഴ്സൺ ഡൂയിങ് സംതിങ്, നമ്മൾ എന്ത് ചെയ്യും, യു പുട്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് പേഴ്സൺസ് പൊസിഷൻ, അല്ലേ? അയാളുടെ അവസ്ഥയിൽ നമ്മളെ വെച്ചിട്ടാണ് നമ്മൾ
അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോൺസിക്വൻസസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മോഡലിംഗ് സംഭവിക്കുന്നതിന് 4 സാധനങ്ങളുണ്ട്. വൺ ഇസ് അറ്റൻഷൻ, അല്ലേ? അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിനോട് എത്ര ശ്രദ്ധ കൊടുക്കുന്നു, അല്ലേ? നമ്മുടെ അഫക്റ്റീവായിട്ടുള്ള വാലൻസ്, പ്രിവലൻസ്, കോംപ്ലക്സിറ്റി, ഫങ്ഷണൽ വാല്യൂ, നിങ്ങളുടെ സെൻസറി കപ്പാസിറ്റീസ്, അറൗസൽ ലെവൽ, നമ്മൾ എത്രത്തോളം ആ സിറ്റുവേഷനെ റിസീവ് ചെയ്യാൻ ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറ്റൻഷൻ്റെ ആയിട്ടുള്ളത്. ദെൻ റീറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ വാട്ട് ഈസ് ബീങ് അറ്റൻഡഡ് ഇസ് നമ്മൾ റീറ്റെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലേ? വെദർ യു ആർ ഏബിൾ ടു റിമെമ്പർ ദാറ്റ്, അല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ മെമ്മറിയിൽ, വെദർ യു ആർ ഓർഗനൈസിങ് ഇറ്റ്. സിംബോളിക് ആയിട്ടും ഒക്കെ നമ്മൾ കിട്ടുന്ന കാണുന്ന ഇൻഫർമേഷനൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും, അല്ലേ? അപ്പൊ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിന് ഓർമ്മ വരും. അപ്പൊ അത് എങ്ങനെയാണ് നമ്മളത് ചങ്ക് ചെയ്ത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് റീറ്റെൻഷൻ. ദെൻ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓൾറെഡി റീറ്റെൻഡ് ചെയ്ത സാധനത്തിനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ അത് തന്നെ തിരിച്ച് കാണിക്കും, അല്ലേ? അതിനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്തു, ബട്ട് നമ്മൾ ലേൺ ചെയ്ത ബിഹേവിയറുകളെല്ലാം അങ്ങനെ നമ്മൾ വെക്കുന്നില്ല. വി ആർ നോട്ട് മോട്ടിവേറ്റഡ് ടു റീറ്റെൻഡ് ദാറ്റ്, അല്ലേ? അപ്പം എന്താണ്, ആ മോട്ടിവേഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമുക്കതിന് കിട്ടുന്ന ഇൻസെൻറ്റീവ്സും റിവാർഡ്സും അതുപോലെ തന്നെ അപ്രീസിയേഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റീറ്റെൻഡ് ചെയ്യുന്നത്. ഈ ബണ്ടൂര വേറൊരു സ്ഥാനം കൂടെ പ്രപ്പോസ് ചെയ്തു, റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എ പേഴ്സൺസ് ബിഹേവിയറും വന്നിട്ട് that can be causal to each other. അതായത് പുറത്തുനിന്നൊരു സാധനം കാരണം നമ്മളൊരു കാര്യം കാണിക്കുന്നു, നമ്മൾ കാണിക്കുന്നത് കൊണ്ട് പുറത്തൊരു കാര്യവും തിരിച്ച് സംഭവിക്കുന്നു, അല്ലേ? അത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് കോസസ് വൺ ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെ ആ ബിഹേവിയർ കോസസ് എൻവയോൺമെന്റ് ആസ് വെൽ. അങ്ങനെ അതിനാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റും ബിഹേവിയറും ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്, നമ്മളുടെ ഇമേജസ് ഇൻ മൈൻഡ് ആൻഡ് ലാംഗ്വേജ്, അത് ചേർന്നിട്ടാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്നാണ് ബാണ്ടൂര പറയുന്നത്, അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ കാണിക്കുന്ന അനുസരിച്ചിട്ട് എൻവയോൺമെന്റിൽ നിന്നുള്ള ഇതൊക്കെ വെച്ചാൽ നമ്മൾ ബിഹേവ് ചെയ്യണം. നമ്മൾ കാണിക്കുന്ന ഓരോ സാധനത്തിനും ഒരു തിരിച്ചൊരു ഇതുണ്ട്, അല്ലേ? നമ്മളെല്ലാ വേസ്റ്റുകളും പുറത്തേക്ക് വലിച്ചെറിയും, എന്നിട്ട് എന്ത് പറ്റും? പുറത്തുള്ള സാധനങ്ങളൊക്കെ പൊല്യൂട്ടഡ് ആയിട്ട് ദാറ്റ് കോസസ് സംതിങ് ന്യൂ, സം ബിഹേവിയറൽ ചേഞ്ച്, അല്ലേ? നമുക്ക് ചൂട് ഭയങ്കര കൂടി, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് സ്വഭാവത്തിൽ ഇറിറ്റേഷൻസും അഗ്രസീവ്നെസ്സും ഒക്കെ കൂടി വരുന്നുണ്ട്. കാരണം എന്താ? ഇപ്പൊ നമുക്ക് രാവിലെ നല്ല തണുപ്പ്, ഉച്ചയ്ക്ക് നല്ല ചൂട് കൂടുമ്പോൾ നമ്മുടെ ബിഹേവിയറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ്സും ഇറിറ്റേഷനൊക്കെ നമുക്ക് വരും ചൂട് വരുമ്പോൾ, അല്ലേ? നമ്മൾ ടയേർഡ് ആവുക എളുപ്പമെന്ന്. അപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഒരു വ്യത്യാസം വരും. ആ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ബിഹേവ് ചെയ്യും. ആ ബിഹേവിയർ വെച്ചിട്ട് again that comes in a cyclic manner. അതാണ് ബാണ്ടൂര പറയുന്നത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ഇനി കുറെ തിയറികളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇത്രയോ തിയറീസേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ പേഴ്സണാലിറ്റിനെ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? എന്തിനാ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്നറിയണം. പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ നമുക്ക് വരും, അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് നമുക്ക്, അല്ലേ? അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലേ? നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ
knowingly or unknowingly you are assessing everyone you see around. ആണോ ഇല്ലയോ? അയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ ആളെ വിചാരിച്ചിട്ടാണ് നിങ്ങളൊരു ബിഹേവിയർ അയാളോട് കാണിക്കുന്നത്, അല്ലേ? അപ്പൊ അസസ്മെന്റ് തന്നെ നമ്മളൊരു ടൂള് വെച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഇൻസ്റ്റഡ് നമ്മൾ ഓൾ ദ ടൈം യു ആർ അസസിങ് പീപ്പിൾ അറൗണ്ട് യു, എസ്പെഷ്യലി വെൻ യു കം അക്രോസ് ന്യൂ പീപ്പിൾ. പുതിയ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ അസസ് ചെയ്യുന്നുണ്ട്, പഴയ ആളുകളെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്, എന്താണ് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലേ? അപ്പം പേഴ്സണാലിറ്റി അസസ്മെന്റിന് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, പിന്നെ ബിഹേവിയറൽ പ്രഡിക്ഷൻസിന് എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആകുന്നത്, ഓർഗനൈസേഷനിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനും ക്ലിനിക്കൽ ഫോറൻസിക് പർപ്പസിനും എല്ലാം നമുക്ക് ഉപകാരമാക്കുന്നുണ്ട്. അപ്പോൾ APA പറയുന്നത് എന്താണ്? നമുക്കൊരു മനുഷ്യൻ്റെ, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജാണ്. നമുക്കൊരു മനുഷ്യനെ പറ്റി കൃത്യമായിട്ട് അയാളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ഉള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂള് ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടീഷനിൽ അഡ്മിനിസ്റ്റർ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു സ്കെയിൽ കൊടുത്താൽ എല്ലാവർക്കും അസസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനകത്ത് ഒരുപാട് അണ്ടർലൈൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു പ്രാക്ടീസ് ഉള്ള ഒരു ആൾക്ക് മാത്രമേ കൃത്യമായിട്ടൊരു ടൂള് യൂസ് ചെയ്ത് ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസിന് അതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? പിന്നെ ഞാൻ പറയാം, നമുക്കൊരു ടൂള് ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ ഈ സൈക്കോമെട്രിക്സ് എന്നുള്ള ബ്രാഞ്ചിൽ നമുക്ക് നല്ല അറിവ് വേണം. അതനുസരിച്ച് ആണ് നമ്മൾ ആ ടൂള് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഏതൊക്കെ കണ്ടീഷൻസിൽ അതിൻ്റെ നോംസ് ഓരോ ഏജ് ഗ്രൂപ്പിനും അനുസരിച്ച് നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്തൊക്കെ വരുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിന് ഒരുപാട് പേപ്പർ പെൻസിൽ ടെസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററീസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി, ജോധ്പൂർ മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി, അങ്ങനെ കുറേ സ്കെയിലുകളുണ്ട്. ബിഗ് 5 പേഴ്സണാലിറ്റി, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാവേർഷൻ, ഇൻട്രാവേർഷൻ, ഐസക് പേഴ്സണാലിറ്റി, ഹോളണ്ട് പേഴ്സണാലിറ്റി, ഒരുപാട് പേഴ്സണാലിറ്റി പേപ്പർ പെൻസിൽ ടെസ്റ്റുകളുണ്ട്. പക്ഷേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം സ്കിൽ ആവശ്യമുള്ളത്. അതൊരു എക്സ്പേർട്ടിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വെരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻവെൻറ്ററിയാണ്. പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് അവരത് യൂസ് ചെയ്യുന്നത്. ട്രൂ ഫാൾസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ഈ ക്വസ്റ്റ്യനർ ഡെവലപ്പ് ചെയ്യുക, അസസ്മെൻറ്റ് ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. മേ ബി ഒരു PhD ചെയ്യുന്ന അളവിൽ നമുക്ക് വർക്ക് അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ, അതായത് മേജർ സബ് സ്കെയിൽസ് വന്നിട്ട് ഹൈപ്പോകോൺഡ്രിയാസിസ്, കൺസേൺ അബൌട്ട് ബോഡി സിംറ്റംസ്, ഡിപ്രഷൻ, ഹിസ്റ്റീരിയ, സൈക്കോപത്ത്, അതായത് എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസ് നമുക്കുണ്ടോ, മസ്കുലിനിറ്റി, ഫെമിനിറ്റി, പാരനോയിയ, സംശയകരമായ ടെൻഡൻസീസ് ഉണ്ടോ, പിന്നെ സൈക്കാസ്തേനിയ, വറി, ആൻസൈറ്റി, ടെൻഷൻ, ഡൗട്ട്സ്, ഒബ്സസീവ്നെസ് ഉണ്ടോ, സ്കിസോഫ്രീനിയ, അതായത് ഏറ്റവും എക്സ്ട്രീം കേസ് ഓഫ് മെന്റൽ. നിങ്ങൾ അബ്നോർമൽ സൈക്കോളജി പഠിച്ചായിരുന്നോ? പഠിച്ചോ? പഠിച്ചില്ല. മെന്റൽ ഡിസോർഡേഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മേ ബി ഒരു സെമിസ്റ്ററാണോ നിങ്ങൾക്കുള്ളത്? അതില്ല. അപ്പം പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിസോർഡേഴ്സിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഡിസോർഡറാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മൾ ആരാന്ന് എന്താന്ന് ഒന്നും അറിയാതെ, നമ്മൾ സ്റ്റിമുലേഷൻ ഇല്ലാതെ ഹാലുസിനേഷൻസും ഡെലൂഷൻസും അങ്ങനെയുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്ട്രീം കണ്ടീഷനാണ് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോട്ടിസിസം എന്ന് പറയുന്നത്. അപ്പം സൈക്കോട്ടിക് ആയിട്ടുള്ള ടെൻഡൻസീസും ഒക്കെ നമുക്ക്
ഈ MMPI വെച്ചിട്ട്. ദെൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ റോർഷാക്ക് ഇൻബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉള്ളടക്കം എന്നൊരു സിനിമ ഉണ്ടോ? മോഹൻലാലിന്റെ ഒരു സിനിമ. അതിനകത്ത് മോഹൻലാല് പേഷ്യന്റിന് വന്നിട്ട് കുറെ ഇങ്ങനെ ഇൻബ്ലോട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട്, അതായത് മഷി കുടഞ്ഞിട്ട് അതിനെ മടക്കി തുറക്കുന്നതാണ് ഈ ഇൻബ്ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഇൻബ്ലോട്ട്സിൽ നിന്ന് കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് കാർഡ്സ് ഉണ്ടാക്കിയിട്ട് ആ കാർഡ് കാണുമ്പോൾ അസുഖമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ട് ഒരു ലൈഫ് ഇവന്റുമായിട്ട് നിങ്ങൾ ആ കാർഡിന്റെ പടത്തിനെ കണക്ട് ചെയ്യും. നമുക്ക് ഈ പടം കാണുമ്പം പൂമ്പാറ്റയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അവർക്ക് ആ പടം കാണുമ്പോൾ വേറെ ഒരുപാട് പുതുതായിട്ടും പറയാതായിട്ടും ഒക്കെ അവരതിനെ കാണുകയും അവരതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫിയർ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. അതാണ്. പിന്നെ TAT എന്ന് പറയുന്നത് 11 കാർഡുകൾ, 30 കാർഡുണ്ട്, 11 കാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നുമില്ല അതിനകത്ത്, കുറച്ച് പടങ്ങൾ മാത്രം. ആ പടങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സ്റ്റോറീസ് ഉണ്ടാക്കണം. പിന്നെ ഒരു ബ്ലാങ്ക് കാർഡും ഉണ്ട്. ആ കാർഡ് നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കണം. ഇപ്പം ഈ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിലുള്ള സ്റ്റോറിയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്, അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് ഇരുന്നേക്കുന്നു, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ഇരുന്നേക്കുന്നു. അപ്പം നമുക്ക് കാണും ഫാമിലി കോൺഫ്ലിക്റ്റ്, ഭാര്യയും ഭർത്താവും തമ്മിത്തല്ലാണെന്ന് നമ്മൾ പറയും, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളായിരിക്കും നമ്മളവിടെ പ്രൊജക്റ്റ് ചെയ്യുക. സ്റ്റോറിനെ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യും. അതായത് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. എസ്പെഷ്യലി SSB ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. അവരതിനെ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് നാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു സ്റ്റോറി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ഈ ന്യൂ കവർ എത്ര ദിവസം കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണോ അത്രയും ട്രെയിനിങ് അവർക്ക് കൊടുക്കും. ഭയങ്കരമായിട്ടൊരു സ്കിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പം പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സെമി പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, ലൈക്ക് സെന്റൻസ് കംപ്ലീഷൻ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഐ ഫീൽ, എന്തായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ദ സെന്റൻസ് ഐ ഫീൽ സ്ലീപ്പി, അല്ലേ? എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ സമയമാണ്, അല്ലേ? എല്ലാവർക്കും ഒരു ഉറക്കം വരുന്ന സമയമാണ്. അപ്പോൾ ഐ ഫീൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും ഐ ഫീൽ സ്ലീപ്പി, അല്ലെങ്കിൽ ഐ ഫീൽ ടയർഡ്, ഐ ഫീൽ എക്സോസ്റ്റഡ്, അല്ലേ? നിങ്ങളിപ്പം എല്ലാവരും വീട്ടിലുള്ള ജോലികളും എല്ലാം ഒക്കെ കഴിഞ്ഞായിരിക്കും ഇവിടെ വന്നേക്കുന്നത്. നിങ്ങളിപ്പം ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ ഉടനെ വന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി എല്ലാം എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ആയിരിക്കും ഉള്ളത്. സോ നമ്മളിങ്ങനെ ഇങ്ങനത്തെ സെമി പ്രൊജക്റ്റീവ് സെന്റൻസ് കംപ്ലീഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സെന്റൻസുകൾ ഇങ്ങനെ കൊടുക്കും, എല്ലാം നമുക്ക് ചുറ്റുമുള്ള ലൈഫിനെ പറ്റി. അപ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലേ? എല്ലാ കഥാകാരന്മാരും നോക്കുക, അവരുടെ കഥയിലൊക്കെ അവരുടെ ജീവിതം തന്നെ അവർ എവിടെയെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ആ ബേസിക് തീമിൽ നിന്നാണ് പിന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലേ? അല്ലാതെ വെറുതെ ശൂന്യതയിൽ നിന്നും ഒരു കഥ ഉണ്ടായി വരുമല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അനുഭവത്തിനെ ബേസ് ചെയ്ത് ഒക്കെ എനിക്ക് കഥകളൊക്കെ മനുഷ്യർ എഴുതുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ഒരിക്കലും ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറീസ് നമ്മൾ എഴുതുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയുടെ അസസ്മെൻറ്റിൽ ഇങ്ങനത്തെ ഇത്രയും പേപ്പർ പെൻസിൽ ടെസ്റ്റുകളുണ്ട്, സ്കെയിലുകളുണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, സെമി പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാർഡ് സോർട്ടിങ്, അതുപോലെ തന്നെ പിക്ചർ കംപ്ലീഷൻ, അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ. അതായത് ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റിമുലസുകൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലുള്ള സാധനമായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നുള്ള ഒരു ലെസണിൽ വരുന്നത്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല.
നിങ്ങൾ ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തടുത്ത പാഠം അല്ല. ജീനസ് ബയോളജിക്കൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് എക്സ്ട്രാവേർഷൻ, ഔട്ട് ഗോയിങ് ആയിട്ടുള്ളത്, അതൊരു ട്രേറ്റ് ആണ്. അത് ഓരോ മനുഷ്യന് സ്പെസിഫിക് ആണ്. മനസ്സിലായോ? ജനറ്റിക് സ്പെസിഫിക് ആണ്, ബട്ട് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ യുവർ ബയോളജി. നിങ്ങളുടെ DNA കൂടിയാണ് അത് വരുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. ബയോളജിക്കൽ കമ്പോണൻ്റ് ആണ് ജനറ്റിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് എക്സ്പ്രഷനെയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ജനറ്റിക്. മനസ്സിലായോ? അപ്പൊ ഞാനൊരു എക്സ്ട്രാവേർട്ടാണ്. എൻ്റെ എക്സ്ട്രാവേർട്ടഡ്നെസ് എനിക്ക് ജനറ്റിക് ആണ്. എൻ്റെ അമ്മ ഭയങ്കര എക്സ്ട്രാവേർട്ടഡ് ആണ്, എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര എക്സ്ട്രാവേർട്ടഡ് ആണ്. പക്ഷെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ 2 ബ്രദേഴ്സും എന്നെ അത്രയും എക്സ്ട്രാവേർട്ടഡ് അല്ല. ആ പാടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അതായിരിക്കും. നമുക്കറിയാലോ, നമ്മൾ ഗ്രിഗർ മെന്റലിൻ്റെ തിയറി പഠിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് വരാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? റെഡ് ബീനും വൈറ്റ് ബീനും അങ്ങനെ എന്തോ പെയർ ചെയ്തിട്ട് എന്തൊക്കെ കോമ്പിനേഷൻസ് വരാൻ നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ കോമ്പിനേഷൻസ് ഇവിടെ വരുന്നത്. അപ്പം ട്രേറ്റ് ക്യാൻ ബി ജനറ്റിക്. നമുക്കെന്തെങ്കിലും അപ്പൊ ആ ഇൻഡിവിജ്വലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്നത്. അത് ബയോളജിക്കലി പറയുന്ന സാധനം. അതായത് അലീൽ എന്ന് വെച്ചാൽ എന്താ? ഞാൻ മറന്നുപോയി. റിസസീവ് ആൻഡ് ഡോമിനന്റ്. ഓക്കെ. പിന്നെ നമുക്ക് ജനറ്റിക് ആയിട്ട് നോക്കുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഈ കോമ്പിനേഷനും വരും, അല്ലേ? ഒരുപാട് മൾട്ടിറ്റ്യൂഡ് ഓഫ് കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ്. ഇതിനകത്ത് സൈക്കോളജിക്കൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ നിങ്ങളുടെ ജീൻസ്. അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ട്രേറ്റ് എന്ന് നമ്മളിവിടെ പറയുന്നത്. സൈക്കോളജിക്കൽ ട്രേറ്റ്സ്, ട്രേറ്റ് തിയറീസ്, എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസിസം, അതെല്ലാം ട്രേറ്റ്സ് ആണ്. ട്രേറ്റ്സ് ആയിട്ട് സൈക്കോട്ടിസിസം ഒക്കെ ട്രേറ്റ് തിയറീസ് പറയുന്ന സാധനങ്ങളാണ്. എന്തെങ്കിലും പേഴ്സണാലിറ്റിയിൽ ഡൗട്ട്? പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അത്രയും കോംപ്ലക്സ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ എത്ര വർഷമായി ജീവിക്കുന്നു? ഏകദേശം കണക്കൂട്ടിക്കോ. 20 വർഷം, 30 വർഷം. നിങ്ങൾക്കറിയോ അയാൾ ആരാന്ന് എക്സാക്ട്ലി? അറിയോ? നിങ്ങൾക്ക് തോന്നുന്നു അറിയാമെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഭാര്യ ആരാണ്? അവരുടെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാൻ പാടില്ല, അല്ലേ? ഈവൻ നമ്മൾ ഫെയിൽ ചെയ്യുന്നുണ്ട് ടു നോട്ടീസ് ഡിഫറൻസസ്. ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു അഡൽട്ട് 18 വയസ്സായപ്പോഴുള്ള എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റെ സ്വഭാവം ഇപ്പം എന്തോരം മാറി. എൻ്റെ ഓരോ അനുഭവങ്ങളും എന്നെ അഡാപ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഇനി എൻ്റെ പോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ എൻ്റെ വീട്ടിൽ തന്നെ ജനിച്ച മനുഷ്യരാണെങ്കിലും എൻ്റെ പോലെ ആവണമെന്നില്ല. ആവോ? ഇല്ല. അപ്പം നമ്മൾ നോക്കിക്കേ, മാറുന്ന വെച്ചാൽ സ്ഥായിയായി മാറുമല്ലേ? എൻ്റെ എക്സ്ട്രാവേർട്ടഡ്നെസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ പണ്ടുണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ ഞാൻ. നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യും. നമ്മളോട് തന്നെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നു, അല്ലേ? നമ്മുടെ എനി ബിഹേവിയർ നിങ്ങൾ എടുത്തു നോക്കിക്കോ, സബ്ജക്റ്റ് മോഡിഫിക്കേഷനാണ്.
അപ്പൊ എല്ലാ ബിഹേവിയറിന്റെ ആകെത്തുകയാണ് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. പക്ഷെ ഡ്രാസ്റ്റിക് ആയിട്ട് പണ്ട് ഭയങ്കര സോഷ്യബിൾ ആയിരുന്ന ഒരാള് ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയി പോവുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ചില മനുഷ്യർ പണ്ട് ആരോടൊക്കെ മിണ്ടൂലായിരുന്നു, പക്ഷെ ഇപ്പൊ അവര് കുറച്ചു പേരോടൊക്കെ മിണ്ടും. നമ്മളെ പോലെ ഇങ്ങനെ എക്സൈറ്റ്മെന്റും തിളക്കമൊന്നും അവർ കാണിച്ചില്ലേലും അവർ കൂടുതലായി സംസാരിക്കുന്നുണ്ട്. ഇനി ചില മനുഷ്യരോട് അവർ കൂടുതൽ മിണ്ടുന്നുണ്ട്, പണ്ടത്തെക്കാളൊക്കെ എന്തോരം വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പേഴ്സണാലിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇല്ല, ബട്ട് യു കോൺസ്റ്റന്റ്ലി അഡാപ്റ്റ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, നിങ്ങളുടെ തൊഴിലനുസരിച്ച് ഒക്കെ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അനുസരിച്ച് ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അത് മനുഷ്യന് അത്രയും കോംപ്ലക്സ് ആണ്. നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. അത്രയും ന്യൂറോൺസും അത്രയും മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫങ്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നല്ല ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കോൺസ്റ്റന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസംസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒത്തിരി റാഷണലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കില്ലേ. നമ്മുടെ ഫ്രസ്ട്രേഷൻസിനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യണം, അതൊക്കെ നമ്മൾ പലതരത്തിലുള്ള എക്സ്പോഷറിൽ കൂടെ ട്രെയിനിങ്ങിൽ കൂടെ ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നില്ല അല്ലേ. അപ്പം അതിനനുസരിച്ച് ഗ്രാജുവലി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ 15 വയസ്സിലുള്ള സ്വഭാവമാണോ നിങ്ങൾക്കിപ്പം? ആണോ? കുറേ മാറി. എന്നാലും ബേസിക് ആയിട്ട് ആ ട്രസ്റ്റ് വർത്തിനെസ്സും കമ്മിറ്റ്മെന്റും നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ അതുപോലെയൊക്കെ തന്നെയല്ലേ. അതൊന്നും അധികം മാറിയിട്ടില്ല. ബട്ട് ചില കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാറി. ഞാൻ വിചാരിക്കും ആത്മാർത്ഥത ആണെങ്കിൽ കൂടെ ഉണ്ടല്ലോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി സാഹചര്യങ്ങളോട് വളരെയധികം പൊരുത്തപ്പെടാൻ കഴിവുള്ള ഒരു സാധനമാണ് മനുഷ്യൻ. ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറും. നമ്മൾ ഓന്തുപോലെ ഒന്നും മാറില്ലെങ്കിൽ കൂടെ നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ വരും. അതെന്താന്ന് വെച്ചാൽ ബിക്കോസ് നമ്മൾ ഹയർ ബീയിങ്സ് അല്ലേ, നമുക്ക് അതിനോടൊന്ന് ഒരുപാട് അഡാപ്റ്റ് ചെയ്യും. നമ്മൾ പ്രോസസ്സ് ചെയ്യും ഇൻഫർമേഷൻ കോംപ്ലക്സ് ആയിട്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്തോരം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ നമ്മളിപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്? ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ടാകാം അല്ലേ, നമ്മൾ പക്ഷെ അറിയുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല, നമ്മൾ പോലും അറിയാതെ എന്തോ ഒരു ടെൻഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മേ ബി നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ അവയർനെസ്സിൻ്റെ താഴെ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു ആൻസൈറ്റി എക്സ്പീരിയൻസ് ചെയ്യണ്ടാവും. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഓൺലി തിങ് ഇസ് ദാറ്റ് സംതിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ മനുഷ്യന് അത്രയും കോംപ്ലക്സ് ആണ്. നമുക്കൊന്ന് ഒരു എക്സ്റ്റെൻഡ് വരെ ആ മനുഷ്യൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ഒരുപാട് സ്കെയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കെയിലുകളൊക്കെ തരുന്ന ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് ഫേക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ട് അല്ലേ. വേറൊരാളുടെ മുന്നിൽ ബിഹേവ് ചെയ്യുന്നതാണോ നമ്മളുടെ യഥാർത്ഥ ബിഹേവിയർ? എൻ്റെ ഒരു കസിനുണ്ട്, 16 കല്യാണം കഴിച്ചിട്ട് 16 വർഷമായി. അപ്പോൾ ഇപ്പോൾ 16 വർഷമായപ്പോഴാണ് ഈ ഭാര്യ പറയുന്നത് ഇയാൾക്ക് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, സഹിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഇവർ സെപ്പറേറ്റഡ് ആയി. പക്ഷേ ഞാൻ വിചാരിക്കുകയായിരുന്നു 16 വർഷമായി ഞാൻ ഇവനെ കാണുന്നുണ്ട്, പക്ഷെ ഇവന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് നമുക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കുക പോലുമില്ല. അത്രയ്ക്കും വേറെ ഒരു മനുഷ്യനായിട്ട് അയാൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്തു.
അപ്പൊ നമുക്ക് എന്തോ ഒരു കഴിവുണ്ട് ഡിസ്ഗൈസ് ചെയ്ത് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാൻ, അല്ലേ? നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണോ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള സ്വഭാവമാണോ നമുക്ക് ഇപ്പോൾ ഉള്ള സ്വഭാവം? അല്ല. ഇനി നമ്മൾ വീട്ടിൽ പ്രസൻസ് ഓഫ് അതേഴ്സ് ഉള്ളപ്പോൾ നമ്മുടെ സ്വഭാവമാണോ ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ സ്വഭാവം? അല്ല, അല്ലേ? എല്ലാം വ്യത്യാസം. അപ്പൊ നമ്മൾ എത്രയും ഒരു കോംപ്ലക്സ് മാനിപ്പുലേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഇനി ഹൈലി മാനിപ്പുലേറ്റീവ് മനുഷ്യരുണ്ട്, ഓരോ സാഹചര്യത്തിലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അത് ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി പ്രോബ്ലം ആണ്. ബട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അളവിൽ. ചില മനുഷ്യർ നമ്മളോട് പെരുമാറുന്ന കണ്ടിട്ടില്ലേ? അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന അളവിലാണ് അവർ പല കാര്യങ്ങളും നമ്മളോട് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിയും. അവസാനം നമുക്ക് മനസ്സിലാവും, നമ്മളെങ്ങനെ ആപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു ഇയാള് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത്, അല്ലേ? അത് പിന്നെ നമ്മൾ മനസ്സിലാക്കണേ എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും. മനുഷ്യൻ അത്രയും കോംപ്ലക്സ് ആണ്. അപ്പൊ അതാണ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ അസസ്മെന്റ്. പിന്നെ ഇനി നിങ്ങൾക്കുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ആ ഒരു യൂണിറ്റും കൂടെ ഇതിനകത്തുള്ളൂ. ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മൾ നമ്മളെയും കണ്ടു, നമ്മുടെ മക്കളെയും കണ്ടു, അല്ലേ? ഡെവലപ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഈ തിയറീസ് നമ്മൾ നോക്കുമ്പോഴേ ഡെവലപ്മെന്റിന്റെ തിയറീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് നമ്മുടെ പിള്ളേരൊക്കെ മനസ്സിലാക്കി ബെറ്ററാവും. ബ്രേക്ക് വേണോ? ഓക്കെ, ബ്രേക്ക് എടുത്തോ. ഒരു ലെസനും കൂടെ അല്ലേ ഉള്ളൂ. കല്യാണം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പെരുമാറും. അപ്പൊ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം. ടീച്ചർ സിബി അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഞങ്ങളുടെ അവിടെ പെരുന്നാളാണ് പോകുന്നത്. നേരെ പള്ളിയിലേക്ക് വരാൻ എവിടെ നേരെ പള്ളിയിലേക്ക് വരാൻ ക്ലാസ് എന്നാണ് അടുത്ത ആഴ്ച എന്താണ് പിന്നെ ലൈഫ് സ്പാനൊക്കെ ലൈഫ് സ്പാനിൻ്റെ ഒരു പേപ്പർ ഇല്ലേ? അത് പഠിക്കാനില്ലേ? കൗൺസിലിംഗ് ലൈഫ് സ്പാൻ ഫണ്ടമെന്റൽ 3 സബ്ജക്റ്റാണ്. 3 നമുക്ക് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ? 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങൾക്ക്? 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പുറകിലുള്ള ഗ്രോസറി നോക്കണം.
ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് 2 marks ഉള്ളതാണ് 5 marks 2 മാർക്സ് മാർക്സ് തന്നെ ഇത് കിട്ടും. അതായത് നിങ്ങൾ ഈ പറയുന്നത് സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ എന്താ, പേഴ്സണാലിറ്റീസ് ഡാഷ്